നമസ്കാരം. അംശിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈലി ന്യൂസിൽ. മഹാരാഷ്ട്രയെ വരൾച്ചരഹിതമാക്കാനുള്ള ലക്ഷ്യവുമായി ഗോദാവരി മുതൽ നർമ്മദ വരെ ജലയാത്രയ്ക്ക് തുടക്കം. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പദ്ധതി ഫ്ളാഗ് ഓഫ് ചെയ്തു. അതേസമയം ചൗണ്ടിയിൽ നിന്ന് മണ്ണുമായി മറ്റൊരു യാത്രയും ആരംഭിച്ചു. ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. ജലസംരക്ഷണവും ജനബോധവൽക്കരണവും ലക്ഷ്യമിട്ട് ഗോദാവരി മുതൽ നർമ്മദ വരെ മഹാരാഷ്ട്രയിൽ ജലയാത്ര ആരംഭിച്ചു. ത്രംബകേശ്വറിൽ നിന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്തെ വരൾച്ചരഹിതമാക്കാൻ നദികൾ ബന്ധിപ്പിക്കുന്ന പദ്ധതിയിൽ സർക്കാർ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. आणि महाराष्ट्रातल्या नद्या एकमेकांशी जोडून या महाराष्ट्राला दुष्काळ मुक्त करण्याचा संकल्प हा आपल्या सरकारने घेतलेला आहे. पुढच्या काळामध्ये महाराष्ट्राच्या कुठल्याही भागामध्ये कुठेही त्या ठिकाणी आपल्याला दुष्काळ दिसणार नाही. പൈതൃക സംരക്ഷണവും വികസനവും കൈകോർക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മറാഠ മാൾവ രാജ്യത്തിന്റെ ഇതിഹാസ രാജ്ഞിയായ അഹല്യാബായ് ഹോൾക്കറുടെ 300ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ തീർത്ഥാടനം സംഘടിപ്പിക്കുന്നത്. ഗോദാവരി കൂടാതെ സംസ്ഥാനത്തെ 30 നദികളിൽ നിന്നായി ശേഖരിച്ച ജലം മധ്യപ്രദേശിലെ മഹേശ്വറിലേക്ക് കൊണ്ടുപോകും. ജലയാത്ര നാസിക് സിന്നാർ വഴി ഷിർദിയിൽ സംഗമിച്ച് പിന്നീട് മഹേശ്വറിലേക്ക് നീങ്ങും. അതേസമയം ചൗണ്ടിയിൽ നിന്ന് മണ്ണുമായി മറ്റൊരു യാത്രയും ആരംഭിച്ചു. ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. ഏപ്രിൽ 29 നർമ്മദാ തീരത്ത് മഹേശ്വറിൽ യാത്ര സമാപിക്കും. ജലസംരക്ഷണത്തിനും ഗ്രാമീണ വികസനത്തിനും ചരിത്ര പ്രസിദ്ധരായ ഭരണാധികാരികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുംബൈയിൽ സൈബർ തട്ടിപ്പുകൾ ആശങ്കാജനകമായി ഉയരുന്നു. കഴിഞ്ഞ വർഷം മാത്രം 1000 കോടി രൂപയ്ക്ക് മുകളിലാണ് തട്ടിപ്പുകാർ ജനങ്ങളിൽ നിന്ന് കവർന്നെടുത്തത്. മുംബൈയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ വൻതോതിൽ വർദ്ധിക്കുന്നു. 2025 മാത്രം 4825 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. സമീപ വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. തട്ടിപ്പുകാർ കവർന്നെടുത്തത് 1000 കോടിയിലധികം രൂപ. എന്നാൽ തിരിച്ചു കിട്ടിയത് വെറും 110 കോടി രൂപ മാത്രം. ഇതിൽ 1542 കേസുകൾ കണ്ടെത്തുകയും 1410 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഹെൽപ്പ് ലൈൻ വഴി മാത്രം 1086 കോടി രൂപയുടെ തട്ടിപ്പാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇരകൾ സമയത്ത് പരാതിപ്പെടുന്നതിലൂടെ ഏകദേശം 202 കോടി രൂപയുടെ നഷ്ടം തടയാനായി. 2025 സൈബർ പോലീസിന് ലഭിച്ചത് 9 ലക്ഷത്തോളം കോളുകൾ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വലിയ വർധന. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ പോലും തട്ടിപ്പിൽ കുടുങ്ങുന്ന സ്ഥിതി. ലാംഗ്വേജും കാര്യങ്ങളെല്ലാം അറിയാം. LNTയിലാണ് ഇതിനു മുമ്പ് വർക്ക് ചെയ്ത് തരുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇതിൽ പോയി പെട്ടെന്ന് പറയുമ്പോഴേ ഇപ്പോൾ ഗ്രൂപ്പിനകത്തെല്ലാം മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്ന കോണ്ടാക്റ്റിലുള്ള ആളുടെ അയച്ചില്ലെങ്കിൽ ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് അയക്കും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാ കോണ്ടാക്റ്റും ഹാക്ക് ചെയ്തിട്ട് എല്ലാവർക്കും അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ നാണക്കേട് ഓർത്തിട്ടായിരിക്കും, എനിക്കറിയത്തില്ല. ബാങ്ക് ഉദ്യോഗസ്ഥനും IIT ബിരുദധാരിയും ഉൾപ്പെടെ നിരവധി പേർക്കാണ് ലക്ഷങ്ങളുടെ നഷ്ടം. സൈബർ തട്ടിപ്പുകൾ കൂടുതൽ സങ്കീർണമാകുന്നതിനാൽ ജാഗ്രതയാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യയിലെ പ്രമുഖ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ പേടിഎമ്മിന് വലിയ തിരിച്ചടി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേടിഎം പേയ്മെന്റ് ബാങ്കിന് ലൈസൻസ് റദ്ദാക്കി. ബാങ്കിന്റെ പ്രവർത്തനം നിക്ഷേപകരുടെ താൽപര്യങ്ങൾക്ക് ഹാനികരമാണെന്നും